ഇസ്ലാമിക ഭരണകൂടം വിധിച്ച 1.5 പതിറ്റാണ്ടിൻ്റെ യാത്രാവിലക്കും 20 വർഷത്തെ ആവിഷ്കാര വിലക്കും തന്നെ തരിമ്പും തളർത്തിയിട്ടില്ലെന്ന് ജാഫർ പനാഹി എന്ന പോരാളി വീണ്ടും തെളിയിച്ചു. കാനിൽ തൻ്റെ പുതിയ ചിത്രം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റിന് ചലച്ചിത്രോത്സവത്തിലെ സമുന്നത പുരസ്കാരമായ പാംദോർ നേടിയ ശേഷം തൻ്റെ രാജ്യമായ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തീപിടിച്ച വാക്കുകൾ കൊണ്ടാണ് ജാഫർ പനാഹി വിമർശിച്ചത്. ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് പോരാടാനുള്ള ആഹ്വാനമാണ് ജാഫർ പനാഹി നടത്തിയത്. ഇപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ രാജ്യവും അതിൻ്റെ സ്വാതന്ത്ര്യവുമാണ്. വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും മറന്ന് നമുക്കൊന്നിക്കാം. നമ്മൾ എന്തു ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ, നമ്മൾ ഏതുതരം വസ്ത്രം ധരിക്കരുതെന്നോ നമ്മളോട് ആരും പറയരുത് എന്നായിരുന്നു ജാഫർ പനാഹിയുടെ വാക്കുകൾ. و تشکر از همه شما، تشکر از فستیوال کن و تشکر از تمام کسایی که برای این کار زحمت کشیدن. ممنونم. ഇറാനിലെ സ്ത്രീകൾക്കെതിരെ വസ്ത്രധാരണ നിയമങ്ങളുടെ പേരിൽ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളുടെയും ശരിയാ നിയമത്തിന് കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലിൻ്റെയും കടുത്ത വിമർശകനാണ് ജാഫർ പനാഹി എന്ന സംവിധായകൻ. ലോകപ്രസിദ്ധരായ ഇറാനിയൻ സംവിധായകരുടെ നിരയിലുള്ള ജാഫർ പനാഹിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള മാനവിക വിരുദ്ധ സംവിധാനത്തിൻ്റെ നേർക്കാഴ്ചകളാണ്. സ്ത്രീകളെ അതിദാരുണമായ അവസ്ഥയിലൂടെ കടത്തിവിടുന്ന ആ വ്യവസ്ഥയോടുള്ള രോഷമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ജാഫർ പനാഹിയെ 15 വർഷത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്നും 20 വർഷത്തേക്ക് സിനിമ ചെയ്യുന്നതിൽ നിന്നും ഭരണകൂടം വിലക്കിയത്. മഹ്സ അമീനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പനാഹി ജയിലിലുമായി. വിലക്കുകളിലും നിരോധനങ്ങളിലും ഒതുങ്ങാത്ത ആവിഷ്കാരബോധവും വരും വരായികകളുടെ ആശങ്കകളിൽ കുരുങ്ങിക്കിടക്കാത്ത പ്രതികരണ ബോധവുമാണ് ജാഫർ പനാഹിക്കുള്ളത്. തൻ്റെ തടവറക്കാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലെടുത്ത ചിത്രവുമായാണ് 22 വർഷങ്ങൾക്ക് ശേഷം ജാഫർ പനാഹി കാനിലെത്തുന്നത്. 15 വർഷങ്ങളുടെ യാത്രാവിലക്ക് കഴിഞ്ഞ് ആദ്യമെത്തുന്ന ചലച്ചിത്രമേളയും ഇതാണ്. അവിടെ തൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിന് ഏറ്റവും വലിയ പുരസ്കാരം നേടുകയും തൻ്റെ രാജ്യത്തെ മർദ്ദക ഭരണകൂടത്തിനെതിരായി ഒന്നിച്ചു പോരാടാനുള്ള ആഹ്വാനവും നടത്തി ജാഫർ പനാഹി. മർദ്ദക ഭരണകൂടങ്ങൾക്കെതിരായ അതിശക്തമായ സന്ദേശമെന്നാണ് BBC ജാഫർ പനാഹിയുടെ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. തിരികെ ടെഹ്റാനിലെത്തുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഭരണകൂട നടപടിയെ നേരിടാൻ ജാഫർ പനാഹി ഒരുക്കമാണ്. തന്നെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചല്ല അയാൾ ആലോചിക്കുന്നത്, പുതിയ ചിത്രത്തെക്കുറിച്ചാണ്.